because whoever holds this hammer, if he be worthy, shall possess the power of Thor. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെങ്ങനെ മൊബൈലിൽ നമുക്കെങ്ങനെ ഒരു തോർ ഹാമർ ക്യാച്ച് വീഡിയോ ഒക്കെ എങ്ങനെ മൊബൈലിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഒരു ഫ്ലിപ്പാക്ലിപ്പ് എന്ന് പറഞ്ഞ ആപ്പ് കൂടി വേണം. അപ്പോൾ ഇത് രണ്ട് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്കെങ്ങനെ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ നമുക്കെങ്ങനെ ഒരു തോർ ഹാമർ ക്യാച്ച് വീഡിയോ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്താക്കുക മൊത്തമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ ഡൗൺലോഡ് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ട എല്ലാ ഫയലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. സിപ്സ് ഫയലൊക്കെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോകൾ മൊത്തമായിട്ട് കാണുക. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ നിൽക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് നിങ്ങൾ മൊബൈലിൽ നമുക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ഒരു എന്താക്കുക ഒരു തോർ ഹാമർ ക്യാച്ച് ഫീച്ചർ നിങ്ങൾക്ക് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം പെട്ടെന്ന്. അപ്പോൾ ആദ്യത്തെ സീൻ 1 എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. നമ്മളിങ്ങനെ അതിന് പറയാം ഹാമർ കോൾ എന്നാണ്. ഇത് നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. സീൻ 1 സിമ്പിളാണ്. ഹാമർ കോൾ എന്ന് പറയുന്ന വീഡിയോകൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അടുത്തതായി നമ്മൾ ചെയ്യുമ്പോൾ സീൻ 2 ആണ്. സീൻ 2ൽ നമ്മൾ വിളിക്കുന്നത് ഹാമർ ക്യാച്ചാണ്. അപ്പോൾ അത് ചെയ്യാനായി നിങ്ങൾക്ക് വേണോ ഫ്ലിപ്പാക്ലിപ്പ് എന്ന് പറയുന്ന ആപ്പ് വേണോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആപ്പ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലിപ്പാക്ലിപ്പ് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അതിൽ നിങ്ങളിത് ഓപ്പൺ ചെയ്യാം. പിന്നെ നെയിം ഓഫ് ദ അനിമേഷൻ നിങ്ങൾ എന്താ പേര് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ശേഷം റെസൊല്യൂഷനുകൾ 1080p തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ FPS നിങ്ങൾ എന്താക്കുക ഒരു 25 കൊടുക്കുക. FPS നിങ്ങൾ 25 കൊടുക്കുക, എന്നിട്ട് ടിക്ക് ചെയ്യാം. അപ്പോൾ സീൻ 2ൽ ഹാമർ ക്യാച്ച് എഫക്റ്റാണ് ഈ വീഡിയോൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലിപ്പാക്ലിപ്പ് പറഞ്ഞ ആപ്പിന് വേണം. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഇത് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് പ്രൊജക്റ്റിന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മേലൊരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. പിന്നെ അനിയ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എഡിറ്റ് ചെയ്യാൻ സഹായിക്കും നിങ്ങളെ. അതിനുശേഷം ആഡ് വീഡിയോ എന്നുള്ള ഇതിൽ ഓപ്ഷനിൽ പോയി നിങ്ങൾ എന്താക്കുക സീൻ 2ലെ ഇതിൽ കാണിക്കുന്ന പോലെ ഒരു വീഡിയോ എന്താക്കുക നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് വേണം. അപ്പോൾ ഈ വീഡിയോ 2 സെക്കൻഡ് അധികം ഷൂട്ട് ചെയ്യരുത്. 1 സെക്കൻഡോ അത്ര മതി. അത് ചെറിയൊരു സിമ്പിൾ വീഡിയോ മതി. 1 സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ വീഡിയോ നല്ലതായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനാവും. അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര പണിയാണ്. ഇപ്പോൾ ഇത് 1.6 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഹാമർ ക്യാച്ച് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്യാം. പിന്നെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ചെയ്യുന്നതാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങൾ കണ്ടാൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഈ ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഹാമർ ക്യാച്ച് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു സിപ്പ് ഫയൽ ഉണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിൽ കുറച്ച് ഹാമറിൻ്റെ ഇമേജസ് ഉണ്ടാവും, PNG ഇമേജസ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളിവിടെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്ത് മേലെ റൈറ്റോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ആഡ് ഇമേജിന് പോവുക. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ചെയ്ത സിപ്പ് ഫയൽ നിങ്ങളുടെ ഫോട്ടോസിലോ അല്ലെ ആൽബത്തിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് എക്സ്ട്രാ ചെയ്ത് നിങ്ങളെ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലുള്ള കുറച്ച് ഹാമറിൻ്റെ ഇമേജസ് ഉണ്ടാവും, കാണിച്ചു തരാം. അങ്ങനെ PNG ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കുറച്ച് ഹാമറിൻ്റെ ഇമേജസ് ഉണ്ടാവും. ഇത് നിങ്ങൾ 1 by 1 ഇങ്ങനെ ഓർഡറിൽ തന്നെ എന്താക്കുക ഓരോ ഫ്രെയിമിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്താക്കുക നിങ്ങളെ കൈൻ്റെ അതേ മൂവ്മെൻറ്റിനനുസരിച്ച് വെക്കുക. ഇത് ഓരോ ഇമേജസ് ഇങ്ങനെ ഓർഡറായിട്ട് എത്രയാണ് നിങ്ങൾക്ക് വീഡിയോ എത്ര ലോങ് ആണോ അത്രയും ഇമേജസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഫ്രെയിം റേറ്റാണ് PNG ഇമേജിനെ സെലക്ട് ചെയ്ത് അപ്പോൾ അത് ഇവിടെ വെച്ചെടുത്ത് അതിനുശേഷം രണ്ടാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് പിന്നെ
അതെന്താക്കി അതും ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ സിപ്പ് ഫയൽ ആൽബത്തിൽ പോയി സെലക്ട് ചെയ്ത് PNG PNG ഇമേജസ് അതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് രണ്ടാമത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇമേജസും എന്താക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൊരു 10 ഇമേജസ് ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ആ പാർട്ട് ഞാൻ എന്താക്കുക സ്കിപ്പ് ചെയ്ത് തരാം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താക്കുക ഈ ഹാമർ കയ്യിൽ പിടിക്കുന്ന സീനിലൊക്കെ എന്താക്കുക ഇവിടെ ഒരു ഇറസർ ടൂൾ ഉണ്ടാവും മേലത്തെ ടൂൾ ബോക്സിൽ. അത് വെച്ച് കയ്യിൽ ഹാമർ പിടിക്കുന്ന സീനിലൊക്കെ എന്താക്കുക ഇറസർ ടൂൾ വെച്ച് ഇപ്പോൾ കാണിച്ചുതരാം. അങ്ങനെ ഹാമർ പിടിക്കുന്നതിലല്ലേ ഇത് ഹാമറിൻ്റെ പിടിച്ച ഭാഗത്തുള്ള PNG ഇമേജസിലെ ഹാമറിൻ്റെ ഹാൻഡിൽ എന്താക്കുക ഒന്ന് മായ്ച്ചേക്കുക. അപ്പോൾ ബ്രഷൊക്കെ ഒന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് ഹാമർ കയ്യിൽ പിടിക്കുന്നത്തെ സ്കിൽ നിങ്ങൾ PNG ഇമേജ് പ്ലേസ് ഉണ്ടാവില്ല അതിൽ ഹാമറിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ മായ്ച്ചോളൂ. അതെന്തെന്ന് വെച്ചാൽ ഇത് കയ്യിൽ പിടിച്ചത് പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് അതിൽ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല, കാരണം 1 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ചെയ്താലും ആരും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഹാമർ കയ്യിൽ പിടിക്കുന്ന സ്കില്ലൊക്കെ എന്തൊക്കെ ഒന്ന് ഇറേസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് റിയാലിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത എല്ലാ സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ ഇങ്ങനത്തായിരിക്കും, ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലൊരു 10-20 ഫ്രെയിമേ PNG ഇമേജ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളൂ 1.6 സെക്കൻഡുള്ള വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ കുറച്ച് ഇതെങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കുക നിങ്ങളെ ഹാമർ ക്യാച്ച് ഇഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒരു സീൻ കൂടെ ഉള്ളൂ, സീൻ 3 കൂടെ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനുശേഷം എന്താക്കുക ഹാമർ ക്യാച്ച് ഇഫക്റ്റ് എങ്ങനെ അയച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താക്കുക ഈ നമ്മളെ ഹാമർ ക്യാച്ച് ഇഫക്റ്റ് നിങ്ങളെന്താക്കുക മേലെ 3 ഡോട്ട് ഓപ്ഷനിലേക്ക് പോയിട്ട് മേക്ക് മൂവി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ വാട്ടർമാർക്ക് പോയി കളയുക. എന്നിട്ട് മേക്ക് മൂവി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനെന്താക്കുക എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്തതായി ചെയ്യുന്നത് സീൻ 3 ആണ്. സീൻ 3ൻ്റെ പേരെന്താണ് ഹാമർ റിവീൽ. ഹാമർ റിവീൽ ഒന്നുമില്ല, ഹാമർ ഇങ്ങനത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്യണം. നിങ്ങൾ എന്താക്കുക തിരിഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ സീൻ ഷൂട്ട് ചെയ്യണം. അതിൽ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താക്കണം നിങ്ങളെ കൈ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ ലെയർ ഓപ്ഷനിൽ പോയി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയൽ ഇവിടെ ഉണ്ടാവും, ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഉണ്ടാവും. അതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ആ ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമ്മൾ എന്താക്കുക വീഡിയോ ആയിട്ട് ഒന്ന് മാച്ച് ചെയ്യാം. അതിനുശേഷം എന്താക്കുക ഗ്രീൻ സ്ക്രീൻ വീഡിയോനെ നിങ്ങൾ ക്രോമാക്കി എനേബിൾ ചെയ്യണം. അപ്പോൾ അതിനെ നിങ്ങൾ വീഡിയോയിൽ ഗ്രീൻ സ്ക്രീൻ വീഡിയോയിൽ ടാപ്പ് ചെയ്യുക. അതിന് പിന്നെ ക്രോമാക്കിയിൽ പോവുക. പിന്നെ അതിനെ എനേബിൾ ചെയ്യാം. കീ കളറിൽ പോവാണെന്ന് നോക്കുക. അതിനുശേഷം വീഡിയോ കുറച്ച് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എന്താക്കുക വീഡിയോയിൽ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്ത് ആ ഹാമറിലൊന്ന് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്താക്കുക വീഡിയോ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വീഡിയോ ബാക്കോട്ട് മുന്നോട്ടൊക്കെ നോക്കി പിന്നെ വീഡിയോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വീഡിയോ ഹാമർ റിവീൽ എന്ന് പറഞ്ഞ സീനും എന്താക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ മൊത്തമായിട്ട് ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്താക്കാം ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന തോന്നിയതില്ലായി ഇവിടെ ഒരു ഷെയറിന് ബട്ടൺ റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് എന്താക്കണോ 3 വീഡിയോയും നമ്മൾ ഒരു സിംഗിൾ വീഡിയോ ആയി മാറ്റണം. അതിനെ നിങ്ങൾ കൈൻമാസ്റ്റർ തന്നെ തുറക്കണം. പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ അത് തന്നെ എന്തൊക്കെ മീഡിയയിൽ പോവുക. പിന്നിലുള്ള മീഡിയയിൽ കാണുകയാണ് ഫസ്റ്റ് സീനില്ലായിരുന്നു ഹാമർ കാൾ ചെയ്യുന്ന സീന്. അതിങ്ങോട്ടേക്ക് എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യുക.
പിന്നെ രണ്ടാമതായി നമ്മൾ ഫ്ലിപ്പാക്ലിപ്പിൽ ചെയ്ത് വെച്ച ഫയൽ മൂവീസിലുണ്ടാവും ഹാമർ ക്യാച്ച് ഇഫക്റ്റ്. അതെന്താക്കുക, അതും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്ത് വെച്ച ഇതുണ്ടായിരുന്നു ഹാമർ റിവീൽ, അതും നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അവസാനം കുറച്ച് ഭാഗം ഉണ്ടായി, അതൊന്ന് സിമ്പിളായിട്ട് ട്രിം ചെയ്തിരുന്നുണ്ട്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്ത് വെച്ച ഒരു ഫയൽ ഉണ്ടായിരുന്നു കിനെമാസ്റ്റർ തന്നെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്ത ഇമേജ് ഹാമർ റിവീൽ എന്ന് പറഞ്ഞ എഫക്റ്റ്. അത് നിങ്ങൾ എന്താക്കുക, ഇതിലേക്ക് സിമ്പിളായിട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യാം മീഡിയയിൽ പോയി. അപ്പോൾ നമ്മൾ വീഡിയോ റെഡിയായി, തോർ ഹാമർ ക്യാച്ച് ഇഫക്റ്റ് വീഡിയോ റിവീൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണേൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ എഫക്റ്റ് റെഡി. അപ്പോൾ ഞാനൊന്ന് ഈ വീഡിയോ ഒന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ആ അടിയിൽ കുറച്ച് സിപ്പ് ഫയലൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ സിപ്പ് ഫയലിൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. സിപ്പ് ഫയലിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ ഫയൽ മാനേജർ പോവുക, പിന്നെ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ എവിടെ നോക്കുക. ചിലപ്പോൾ ഡൗൺലോഡ് ലൈക്ക് ഡൗൺലോഡ് ലിങ്ക് ഇങ്ങനത്തെ ഒരു സിപ്പ് ഫയൽ കാണാം, ഹാമർ ക്യാച്ച് ഡോട്ട് സിപ്പ് എന്ന് പറഞ്ഞാൽ. അതിൽ ഇനി ടാപ്പ് ചെയ്ത് ഇനി ഡീകാമ്പസ് ചെയ്യുക. ചില ഫോണിൽ എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫയൽ മാനേജർ പോയി ഈ ഫയൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ PNG ക്ലീൻ എന്ന് പറഞ്ഞൊരു എന്തൊക്കെ ഫയൽ ഉണ്ടാവും. അതിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ ഇമേജസും അതിലുണ്ടാവും. പിന്നെ നിങ്ങൾ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ വേറായിട്ട് തന്നിരിക്കുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ, അതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.